പത്തനംതിട്ട പെരുന്നാളിൽ CITU പ്രവർത്തകന്റെ മരണത്തിൽ പ്രതികരിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. CPM പ്രവർത്തകരെ വർഗീയവാദികൾ കൊലപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ലേഖന വിവാദത്തിൽ ശശി തരൂർ MPയെയും റിയാസ് പിന്തുണച്ചു. RSSന്റെ ആക്രമണം എപ്പോഴും CPMന് നേരെയാണെന്നും റിയാസ് പറഞ്ഞു. കേരളത്തിലെ ചരിത്രത്തിൽ RSS രാഷ്ട്രീയ പകപോക്കൽ നടത്തിയതിന്റെ പട്ടികയിൽ കൂടുതലും CPM പ്രവർത്തകരാണ്. കേരളത്തിന്റെ പുറത്ത് മതന്യൂനപക്ഷങ്ങളെയാണ് RSS ആക്രമിക്കുന്നത്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ RSS ആക്രമണം ചെറുക്കുന്നത് CPM ആണ്. മതവർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ പ്രചരണം CPM നടത്തുന്നുവെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുവെ നമ്മൾ കാണേണ്ടത് RSSന്റെ അക്രമം കേരളത്തിൽ എപ്പോഴും CPIMന് നേരെ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ RSSകാർ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി വകവരുത്തിയവരുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ CPIMന്റെ പോരാളികളായ നാടാകെ സ്നേഹിച്ച നിരവധി സഖാക്കളാണ് എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിൻ്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളെയാണ് RSS സംഘപരിവാറും കഷ്ടപ്പെടുന്നത്. ഏത് മതവർഗീയ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ അതിനെതിരെ സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ആകെ അണിനിരത്തുന്നു. അപ്പോൾ നേരിട്ട് മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പറ്റാത്തതിൻ്റെ തടസ്സം ഒരു പരിചയ പോലെ അതിനെ ചെറുത്തു നിൽക്കുന്ന CPIM ആണ്. ലേഖന വിവാദത്തിൽ ശശി തരൂർ MPയെയും റിയാസ് പിന്തുണച്ചു. കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അഭിമാനിക്കുന്ന മലയാളികൾ ഒന്നടങ്കമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു MPക്ക് പോലും കേരളത്തെക്കുറിച്ച് നല്ലത് പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്നും മന്ത്രി പറഞ്ഞു. എന്തൊരു സൈബർ ആക്രമണമാണ് ശശി തരൂരിന് നേരെ ഉണ്ടാകുന്നത്? കേരളത്തെക്കുറിച്ച് നല്ലതു പറഞ്ഞതിന് വിലക്ക് നേരിടുന്നു. കേരള വിരുദ്ധ കോൺഗ്രസായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി. കോൺഗ്രസിലെ നിസ്വാർത്ഥ പ്രവർത്തകർ ശശി തരൂരിനെ എതിർക്കുന്ന നിലപാട് അംഗീകരിക്കില്ലെന്നും റിയാസ് കൂട്ടിച്ചേർത്തു. എന്നാൽ കേരളത്തെക്കുറിച്ചുള്ള ഒരു വസ്തുത പറഞ്ഞാൽ ഒരു MP പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ വരിക എന്തൊരു സൈബർ അക്രമമാണ്. ഇന്നിപ്പോൾ ഒരു ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ തന്നെ ഭീകരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വീക്ഷണം ദിനപത്രത്തിൻ്റെ എവിടേക്ക് നമ്മളെ നാട് പോകുന്നത്? കേരളത്തെക്കുറിച്ചൊരു വസ്തുത, കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് എന്തോ നിരോധിക്കപ്പെട്ട സംഭവം പറയുന്നത് പോലെയാണ്. കേരളത്തെക്കുറിച്ച് നല്ലത് പറയുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയൊരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മാറിയോ? നമ്മൾ പരിശോധിക്കണ്ടേ. കേരള വിരുദ്ധ കോൺഗ്രസ്സായി കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയോ? കേരളത്തിൽ വ്യവസായ കുതിപ്പുണ്ടായിട്ടുണ്ട്, ഇത് പറയുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ? അത് പറയുമ്പോൾ അത് മിണ്ടരുത്, അത് വിലക്കാണ് എന്ന് പറയുന്ന കേരള വിരുദ്ധ പാർട്ടിയായി ഒരു ഭാഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള ഘടകം മാറിയോ? ഇത് വളരെ ഗൗരവത്തിൽ മലയാളികളാകെ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവർ പോലും ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഈ നിലപാട് അംഗീകരിക്കും.